ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി. തൃശൂർ അക്കിക്കാവിൽ വീടിന് തീപിടിച്ചു. 6 അംഗ കുടുംബം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. തറമേൽ മാധവന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശൂരിൽ നിന്ന്. സൂരജ്, എപ്പോഴാണ് ഈ സംഭവം? തീ ഇപ്പോൾ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? എന്താണ് സൂരജ്? രാത്രി 10:30 തൃശൂർ അക്കിക്കാവിൽ വീടിന് തീപിടുത്തം ഉണ്ടാകുന്നത്. വലിയ തീപിടുത്തമാണ് ഈ പെരുമ്പിലാവിനടുത്ത് അക്കിക്കാവിൽ ഉണ്ടായിരിക്കുന്ന. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായി എന്നത് ഇപ്പോൾ ഫയർഫോഴ്സ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അക്കിക്കാട് സ്വദേശിയായിട്ടുള്ള മാധവന്റെ വീടിനാണ് ഈ തീ പിടിച്ചത്. വീട്ടിലുണ്ടായിരുന്ന പ്രായമായവർ ഉൾപ്പെടെ 6 പേർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. 10:30 വീടിനുള്ളിൽ നിന്ന് പുക ഉയർന്ന ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി വീടിനകത്തുണ്ടായിരുന്നവർ ഓടി പുറത്തേക്കിറങ്ങുകയായിരുന്നു. നിമിഷങ്ങൾക്കകം വീട് പൂർണ്ണമായും അഗ്നിക്കിരയാകുകയും ചെയ്തു. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നിയന്ത്രിക്കാനായില്ല. ഇതോടുകൂടി കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമായി എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്താണ് തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നത് വ്യക്തമല്ല. ഷോർട്ട് സർക്യൂട്ട് ആകാം എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. വീട്ടുപകരണങ്ങളും അതോടൊപ്പം തന്നെ രേഖകളും ഉൾപ്പെടെ മുഴുവൻ സാധനങ്ങളും ഈ അഗ്നിക്കിരയായി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സൂരജ്, രാത്രി സമയമാണ്, വീട്ടിലാളുണ്ടാവും. എങ്ങനെയാണ് ഇവർ രക്ഷപ്പെട്ടത്? എങ്ങനെയാണ് സൂരജ്? ഈ പുക ഉയരുന്നത് കണ്ട് പുറത്തേക്ക് ഓടി ഇറങ്ങിയതിനാലാണ് ഇവർക്ക് ഈ അപകടമൊന്നും സംഭവിക്കാതെ തന്നെ ഇവർ രക്ഷപ്പെട്ടത്. ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഈ വീടിനകത്തേക്ക് ഈ പുക ഉയർന്നു എന്നുള്ളതാണ് ഈ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഇതോടുകൂടി ഈ പ്രായമായവർ അടക്കമുള്ളവരെ പുറത്തേക്ക് എത്തിക്കുകയും ബാക്കിയുള്ളവർ ഓടി മാറുകയും ചെയ്തു. പക്ഷേ ഈ നിമിഷങ്ങൾക്കകം തന്നെ വലിയ രീതിയിൽ തീ ആളിക്കത്തി. അതാണ് ഇവർ പറയുന്ന ഒരു അപകടത്തിൽ നിന്ന് തങ്ങൾ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു എന്ന് കുടുംബം പറയുന്നത്. അതുകൊണ്ടാണ് നിമിഷങ്ങളുടെ ഇടവേളയിൽ തന്നെ വലിയ രീതിയിൽ തീ ആളിക്കത്തി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട്. മറ്റിടങ്ങളിലേക്ക് തീ പടരുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം ഒരു വലിയ തീപിടുത്തമാണ് ഉണ്ടായതെന്ന് ആ ദൃശ്യങ്ങൾ തന്നെ വെളിവാക്കുന്നുണ്ട്. ഇപ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഫയർഫോഴ്സ് ഇപ്പോഴും ഈ മേഖലയിൽ തുടരുന്നുണ്ട്. എന്നാലും തീ അതായത് നിയന്ത്രണം കൺട്രോൾ ആക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അല്പസമയത്തിനകം പൂർണ്ണമായും തന്നെ. ശരി, സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. തൃശൂർ അക്കിക്കാവിലാണ് വീടിന് തീപിടിച്ചത്. 6 പേർ ആ വീട്ടിലുണ്ടായിരുന്നു. അവർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.